മറ്റൊരു ആഫ്രിക്കൻ വമ്പന്മാർ കൂടി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്താതെ പുറത്തായി. ഘാനയെ വീഴ്ത്തിയത് കൊളംബിയയാണ്. കൊളംബിയ അങ്ങനെ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ഇനിയിപ്പോൾ ആഫ്രിക്കൻ കരുത്തന്മാരിൽ ശ്രദ്ധേയരായി നിൽക്കുന്നത് മൊറോക്കോയാണ്. മൊറോക്കോ ഇന്ന് കാനഡയ്ക്കെതിരെ മത്സരിക്കാൻ പോകുന്നു പ്രീ ക്വാർട്ടറിലെ ആദ്യ പോരാട്ടത്തിൽ. അങ്ങനെ ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ ലൈനപ്പ് വ്യക്തമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊളംബിയ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. ഘാനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കൊളംബിയയുടെ മുന്നേറ്റം. 14-ാം മിനിറ്റിൽ ജോൺ ആര്യസ് ആണ് ഗോൾ നേടിയത്. 57-ാം മിനിറ്റിൽ കൊളംബിയയുടെ ലൂയിസ് ഡയസ് ഒരു ഗോൾ നേടി, പക്ഷേ അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡാണ് കൊളംബിയയുടെ എതിരാളികൾ. ഈ കൊളംബിയ ഘാന മത്സരം നടന്ന കാൻസാസ് സിറ്റിയിൽ വലിയ താപനിലയാണ്. ആ താപനില ഏതാണ്ട് 90 ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തി. അപ്പോൾ ഈ കൊളംബിയ ഘാന മത്സരം കാണാനെത്തിയ ആരാധകർ ചൂടിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിയത് ഈ ഫയർ എഞ്ചിനുകളിലൂടെയാണ്. മത്സരത്തിനെത്തിയ ആരാധകർക്ക് ആശ്വാസം പകരാനായി കാൻസാസ് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനെ ഒരു ട്രക്ക് സ്ഥാപിച്ച് വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ടിരുന്നത്. മിഡ് വെസ്റ്റിലെ മിസോറി ഉൾപ്പെടെ അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വലിയ ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് ആശ്വാസമായി ഫയർ എഞ്ചിനിലെത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഫയർ എഞ്ചിനുകളിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം ചീറ്റുന്നത് ഒരു പക്ഷേ എപ്പോഴാണ് സമരവേദികളിൽ മാത്രമാണെന്നുള്ളതാണ് രസകരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.